ഹലോ, ജോത്സലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ ദേവസ്വത്തിലെ വേക്കൻസീസ് ആയിട്ടാണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജൂൺ 5 മുതൽ താഴെ കാണിച്ച തസ്തികകളിലേക്ക് നിയമിക്കുന്നതിനായിട്ട് യോഗ്യതയുള്ളവരിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. ഒന്നാമത്തത് സോപാനം കാവലായിട്ടാണ്. നിയമന കാലാവധി എന്ന് പറയുന്നത് ജൂൺ 5 തൊട്ട് ഡിസംബർ 4 വരെ ആയിരിക്കും. 6 മാസം. പ്രതിമാസം നിങ്ങൾക്ക് മൊത്ത വേതനമായിട്ട് 18,000 റുപ്പീസ് ലഭിക്കും. 15 ഒഴിവുണ്ട്. പ്രായം എന്ന് പറയുന്നത് 2024 ജാനുവരി 1 അനുസരിച്ച് 30 വയസ്സ് കുറയുവാനോ അതല്ലെങ്കിൽ 50 വയസ്സ് കൂടാനോ പാടുള്ളതല്ല. ഇതിന്റെ യോഗ്യത 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. അതുപോലെ ശാരീരികമായിട്ട് യാതൊരു അംഗവൈകല്യവും ഇല്ലാത്ത ആരോഗ്യമുള്ള പുരുഷന്മാരായിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ അസിസ്റ്റന്റ് സർജന് കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. അതുപോലെ കാഴ്ചശക്തിക്ക് നല്ല കുഴപ്പമുള്ളവരായിരിക്കരുത്. ഈ വിഭാഗങ്ങളിൽ SC/STകൾക്ക് 10% റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിലവിലുള്ള സോപാനം കാവൽക്കാരാണെങ്കിൽ നിങ്ങൾ അപേക്ഷ പരിഗണിക്കുന്നതല്ല. രണ്ടാമത്തത് വനിതാ സെക്യൂരിറ്റി ഗാർഡാണ്. ഇതിന്റെ നിയമന കാലാവധി എന്ന് പറയുന്നത് ജൂൺ 5 തൊട്ട് ഡിസംബർ 4 വരെ 6 മാസമാണ്. പ്രതിമാസം മൊത്ത വേതനം നിങ്ങൾക്ക് 18,000 റുപ്പീസ് ആണ്. 12 ഒഴിവാണുള്ളത്. ഇതും 2024 ജാനുവരി 1 അനുസരിച്ച് 55 വയസ്സ് കുറയുവാനോ 60 വയസ്സ് കൂടുവാനോ പാടുള്ളതല്ല. അതുപോലെ ഇതിന്റെ യോഗ്യത 7ാം ക്ലാസ് ജയിക്കണം. അതുപോലെ യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്തവരായിരിക്കണം. നിങ്ങളും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ കാഴ്ചശക്തി ഉള്ളവരും ആയിരിക്കേണ്ടതാണ്. ഈ അപേക്ഷാ ഫോം ദേവസ്വം ബോർഡിൽ നിന്നും 118 റുപ്പീസാണ് അപേക്ഷാ ഫോമിന്. ആ അപേക്ഷാ ഫോം മെയ് 4 തൊട്ട് മെയ് 18 വരെ വൈകിട്ട് 5 മണി വരെ ഓഫീസ് പ്രവർത്തന സമയത്ത് ലഭിക്കുന്നതാണ്. നിങ്ങളത് വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യതയും രജിസ്റ്റർ നമ്പറും സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ റിജക്റ്റ് ചെയ്യും. അപേക്ഷകരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അധികാരിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി കൂടി വെക്കേണ്ടതാണ് അപേക്ഷാ ഫോമിന്റെ കൂടെ. അപേക്ഷാ ഫോം തപാൽ മാർഗം അയക്കുന്നതായിരിക്കില്ല. നിങ്ങളുടെ വയസ്സ്, യോഗ്യതകള്, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നുണ്ടോ രേഖകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആയിട്ട് വേണം നിങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ 680101 എന്ന മേൽവിലാസത്തിൽ തപാലിലോ അയക്കേണ്ടതാണ്. അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 20 ആണ്. വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അപേക്ഷാ ഫോം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. നിങ്ങൾ ആ അപേക്ഷാ ഫോമിന്റെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ദേവസ്വത്തിൽ നിന്ന് നൽകുന്ന നിർദ്ദിഷ്ട ഫോം ഇല്ലാത്തതിനായിട്ടോ അല്ലെങ്കിൽ മതിയായ രേഖകൾ ഇല്ലാത്തതോ ആയിട്ട് വന്നാൽ നിങ്ങളുടെ അപേക്ഷ മീൻസ് അത് റിജക്റ്റ് ചെയ്യും. അതിനകത്ത് ഫോട്ടോ പതിച്ചിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിനായിട്ട് റിജക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല അറിയിപ്പൊന്നും ലഭിക്കുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഓഫീസിലോ അല്ലെങ്കിൽ 0487255633 എന്ന നമ്പറിലോ ടെലിഫോൺ വഴിയോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ആ നമ്പരും ആ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫോം ഉണ്ട്, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ.